ഹലോ ചങ്ങാതിമാരെ, ഞാൻ പ്രകാശൻ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ ഒരു പുതിയ ഒരാളെ കുറിച്ചാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ നേരത്തെ വന്നത്. അപ്പോൾ അത് ആളെ ആരാണെന്ന് നിങ്ങൾക്കൊന്ന് ഞാൻ പരിചയപ്പെടുത്തരാം. ആദ്യം തന്നെ ഒരു സ്പെഷ്യലാണ് സംഭവം. വരും, കാണിച്ചു തരാം, വരും. ഫ്രണ്ടില് നല്ല പാടങ്ങളും എല്ലാം ഉണ്ട്. നടിയിൽ കഴിഞ്ഞ നല്ല രസമുണ്ട് കാണാൻ. ഈ സ്ഥലത്തിന്റെ പേര് എരിക്കിലാംകുളമ്പ് എന്നാണ്. കൊല്ലങ്കോട് പഞ്ചായത്ത്, കൊല്ലങ്കോട് 4-ാം വാർഡ് എരിക്കിലാംകുളമ്പ് പറയുന്ന സ്ഥലമാണ് നമ്മുടെ വീട്. ശരിക്കും കൊല്ലങ്കോട് നിന്ന് ഒരു 2.5 കിലോമീറ്റർ അത്രേ വരുള്ളൂ. അപ്പൊ അതിന്റെ അവിടെ ഒരു ചെറിയൊരു ഉള്ളിലെ ഗ്രാമമാണ്. ഈ ഗ്രാമം വെച്ചാൽ ഇപ്പോൾ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എൻ്റെ വീട്ടിന്റെ ഫ്രണ്ട് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-60 ഏക്കർ മേലെ ഉണ്ടാവും. ഫുൾ പാടങ്ങളും തെങ്ങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് അങ്ങാപ്പുറത്തെ പുഴയാണ്. റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ടൗൺ വിട്ട് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് മാത്രം. ഈ കാണുന്നുണ്ടോ, കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പുതിയ ആള്, റോസി. ആള് ഉഷാറാണ്, മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ റോസി. ആള് ഭയങ്കര ഇണക്കമുള്ള ആളാണ് കേട്ടോ. ആളിങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ ഇതങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ 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 ആക്കും. ഇങ്ങനെ ആക്കിയില്ല, ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. ഇനിയിപ്പോ ഒക്കെ അഴിക്കാൻ വന്നില്ല. ഇപ്പൊ വൈകുന്നേരം ഇപ്പൊ അഴിച്ചിട്ട് പോകേണ്ട സമയമാണ് ഇപ്പൊ. ഇപ്പൊ ആള് നമ്മളെ കയറൊക്കെ ഇങ്ങനെ അഴിക്കാൻ പോയി കഴിഞ്ഞാല് നമ്മുടെ മേലെ കിടന്ന് ഇങ്ങനെ കിടന്നു പോകാറ്. അതൊരു പ്രത്യേക ഒരു ആളാണ് റോസി. ഇതുണ്ടോ. അപ്പോ ഞാനൊരു ദിവസേ ഇവിടെ വളരെ ചെറുപ്പത്തിൽ കൊണ്ടുവരാൻ തന്നെ കാരണം നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടില് ഒരു കുതിരയുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യത്തിന് വേണ്ടി അവിടെ പോയപ്പോ ഞാൻ അവന്റെ വീട്ടിൽ ഇവര് കുതിര കണ്ടപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചതാണ്. അപ്പൊ എന്താണ് ഇതും കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് കുതിര വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അവൻ പറഞ്ഞ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ വീട്ടില് അവർ 2-3 പേരുണ്ട്, അവര് ഏട്ടനനിയന്മാര്. അപ്പോൾ അവർ പറയുന്നത് ഇന്നുള്ള മക്കളൊക്കെ എപ്പോൾ നോക്കിയാലും ഈ ഫോണും അല്ലെങ്കിൽ ശരിക്കും ശരീരം കൊണ്ട് ഇളകിയിട്ട് കളിക്കുന്ന ഒരു പരിപാടി ഇപ്പം ഇല്ല. ഈ വരുന്ന കാലം ഇങ്ങനെ മൊബൈൽ നോക്കിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. മൊബൈൽ നോക്കിയിരുന്ന അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും. പിന്നെ കണ്ണിനും പ്രശ്നങ്ങളാണ് ഒരുപാട് അവിടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ട്, കുഴപ്പമില്ല, അഭിപ്രായങ്ങളൊക്കെ നല്ല അഭിപ്രായമായിരുന്നു അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ. പിന്നെ ഇതിൻ്റെ ചിലവൊക്കെ വളരെ തുച്ഛമായ ഒരു 10-100 രൂപയുടെ താഴെ അതിൻ്റെ ചിലവുകളൊക്കെ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് താങ്ങാവുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ രാവിലത്തെ വൈകുന്നേരം വരെ പുല്ലൊക്കെ മേഞ്ഞ് ആൾ ഉഷാറായി നിൽക്കും. വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കൊടുക്കും ഞാൻ. ആ കൊടുക്കുന്ന ഭക്ഷണം ഒരു 2-3 കിലോന്റെ ഉള്ളിൽ പുല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ട് ഗോതമ്പ് തവിടും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കുഴച്ചിട്ട് കൊടുക്കും. അത് മതി, മൂപ്പർക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ഭക്ഷണം തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് റോസിനെ കണ്ടാൽ തന്നെ അറിയാം ഇത് എങ്ങനെയുണ്ട്, ഞാൻ ഏത് രീതിയിലാണ് നോക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഈ ചെലവിൽ തന്നെ ആൾ ഉഷാറാണ്, കുഴപ്പമില്ല. അതുപോലെ മറ്റു ഒരുപാട് കാര്യത്തിന് ഇപ്പൊ നമ്മള് കുട്ടികൾ ഓടാനും ചാടാനും ഇപ്പൊ കളിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ ഇതിന്റെ പിന്നാലെ ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലുത് വേറെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ ഒരു ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ കുതിരനെ ഇഷ്ടപ്പെടാത്തവർ വളരെ കമ്മിയാണ്. അപ്പൊ ആ ഒരു ഇഷ്ടത്തിന് പുറമെ ഞാൻ വാങ്ങിച്ചതാണ്. കുഴപ്പമില്ല. ചെറിയൊരു ഫാമിൽ പോയിട്ട് വളരെ പാലുകൂടി മാറിയ ആ സമയത്ത് തന്നെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. 2 വയസ്സ്, കറക്റ്റ് 2 വയസ്സായി ഇപ്പോൾ. അപ്പൊ എല്ലാവരുമായിട്ട് നന്നായി ഇണങ്ങി, തരക്കേടില്ലാത്ത കാര്യങ്ങളൊക്കെ ആണ്, പറഞ്ഞാൽ കേൾക്കും. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ 1-2 ഫംഗ്ഷനൊക്കെ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ 1-2 ഫംഗ്ഷനൊക്കെ ഇപ്പോൾ അടുത്തത് വരുന്നുണ്ട്. അതിന് ഈ അമ്പലത്തിലെ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെയാണ് ഇത് എടുക്കുന്നത് ഇപ്പോൾ. ഇനി ആള് നമുക്ക് ഇവരെങ്ങനെ പതുക്കെ പൊക്കോളും. ഇനി അങ്ങനെ പതുക്കെ നടന്ന് വീട്ടിൽ പോയിട്ട് ഒരു ആവറേജ് ഒരു 10 ലിറ്റർ വെള്ളം കുടിക്കും.
കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്ന് ഒരു മണിക്കൂർ ആൾ ഒരു റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളിക്കും. തിന്ന് വയറ് നിറഞ്ഞല്ലേ ആളിങ്ങനെ ഇങ്ങനെ പതുക്കെ 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 ആടി ആടി വരും. ബാ, അതിങ്ങനെ ഇടയിൽ ഇങ്ങനെ നിന്ന് ഓരോ കടിയൊക്കെ കടിക്കും. അല്ല, രണ്ട് കടി കടിച്ചില്ലേ, ഇനി അവിടെ നിന്ന് വന്നിട്ട് ഇതിവിടെ നിൽക്കും. ഇവിടെ നിന്ന് ഒരു രണ്ട് കടി, അങ്ങനെ അങ്ങനെ ഒറ്റയടിക്ക് പോവില്ല. പിന്നെ ഒറ്റയടിക്ക് വിടാനും പാടില്ല. നമ്മള് ബിറ്റില്ലാത്തത് കൊണ്ടേ എപ്പോഴും കുതിരനെ നമ്മള് കൂട്ടിട്ട് പോകുമ്പോൾ അതിന്റെ ഇഷ്ടത്തിന് വേണം വിളിച്ചിട്ട് പോകണമെങ്കിൽ. അതായത് കൂടുതൽ സൗന്ദര്യം കൊടുക്കാൻ പാടില്ല, എന്നാലും എന്താ ഇങ്ങനെ ഒരു രണ്ട് കടി കടിച്ചില്ലേ, രണ്ട് കടി കടിച്ചാല് പിന്നെ ഇങ്ങനെ വിളിച്ചാൽ വരും. ബാ, ഇനി രണ്ട് സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ വീണ്ടും അതൊരു കടി കടിക്കും. അത് അതിന്റെ ശീലമാണ്. നമ്മളതിനെ ബലം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയ വഴിക്ക് ഓടും. അത് നമുക്ക് വീണ്ടും പണിയാവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അതിന് നമുക്കും ബുദ്ധിമുട്ടില്ലാതെ അതിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കണ്ട ഇനി വിളിച്ചാൽ വരും. ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. ഒറ്റയടിക്ക് ഇതിനെ പിടിച്ച് വലിച്ചിട്ട് നമ്മൾ ബലം പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വലിച്ചാൽ വരില്ല. ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ വലിയ പ്രശ്നമില്ലാണ്ട് അതിനും വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇങ്ങനെ നടന്ന് പതുക്കെ പോവാം. കണ്ട രണ്ട് കടി കടിച്ചു അണിച്ച് നടന്നു. അത് ഈ പുല്ലിനെ കാണുമ്പോഴേ നമ്മൾ ഈ കുട്ടികൾക്ക് തിന്നാൻ വെച്ചിട്ട് കൊടുക്കാത്ത പോലെയാണ് അത് കാണിക്കുക. ആ, ഇനിയിപ്പോ ഇതിനിപ്പോ 2 വയസ്സിലായിട്ടുള്ളൂ. ഇനിയും ഒരു 2 വയസ്സും കൂടി, മൊത്തം 5 വയസ്സാണ് ഇതിന്റെ വളർച്ച. അതിലൊരു 3 വയസ്സ് വരെ ഇതിന് ശരിക്കും നമ്മുടെ വീട്ടിലെ കുട്ടികൾ എങ്ങനെയാണോ അതിന് തന്നെ അതുപോലെ തന്നെയാണ് ഇവനെ കാണിക്കുക. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ കുട്ടികൾക്ക് തിന്നാൻ വേണ്ടി വന്നാല് അവർക്ക് 2 പീസ് കൊടുക്കുമ്പോൾ ഇവനും 1 പീസ് കൊടുക്കണം. അല്ലെങ്കിൽ അവൻ പറഞ്ഞ് കുറെ വിളിക്കും. അപ്പൊ ഇതിന്റെ കുറെ ആംഗ്യ ഭാഷകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ശരിക്ക് ശ്രദ്ധിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനെ മേയാൻ പോകുന്ന സമയത്തും അത് രാവിലെ തന്നെ വിളിക്കും. അതുപോലെ വൈകുന്നേരം ആണെങ്കിലും ഇപ്പോൾ നമ്മളെ കാണാണ്ടിരുന്നാൽ അത് അവിടെ നിന്ന് പറമ്പിൽ നിന്ന് ഇങ്ങനെ നോക്കും. അപ്പൊ നമുക്ക് അതിനറിയാം ഇന്ന സമയം കഴിഞ്ഞ് വിളിക്കാം. പിന്നെ ഇതിന് വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം. ഇതിന് ഭക്ഷണം കൊടുക്കുന്ന സമയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള എന്ത് കാര്യമാണെങ്കിലും ഇതിനൊക്കെ സമയങ്ങൾ കറക്റ്റായിട്ട് അറിയാം. അതുപോലെ നമ്മൾ എന്ത് കൊണ്ടുവരികയാണെങ്കിലും 1 പീസ്. പിന്നെ ഇതിന് മുട്ടായി, ഈ കടല മിഠായി ഒക്കെ ഇല്ലേ, കടല മിഠായി ചുവപ്പും പച്ചയിലുള്ള കടല മിഠായി, അല്ല ചുവപ്പും വെള്ളയും പച്ചയല്ല, അതിന് ജീവനാണ് ഈ സാധനത്തിന്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഒരെണ്ണം കൊടുത്തിട്ട് നമ്മൾ വിളിച്ച എവിടെ വേണേലും വരും. ബാ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ മക്കൾ ഇതിന്റെ മുകളിൽ കിടന്ന് കളിക്കും, ചെറിയ ആളും അതുപോലെ തന്നെ വലിയവനും. അത് ഞാൻ ഷാഡിൽ കെട്ടുമ്പോൾ കാണിച്ചു തരാം. വലിയവനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ചെറിയവനും അതുപോലെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞുതരാം.